ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഒരു സിവിൽ പോലീസ് ഓഫീസർ അവിടുത്തെ ഉള്ള വനിതാ ഉദ്യോഗസ്ഥകൾ വസ്ത്രം മാറുന്നതിനടുത്ത് ഒരു ഒളിക്യാമറ വെച്ചതായിട്ട് വാർത്ത വരുന്നുണ്ട്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവര് വസ്ത്രങ്ങൾ മാറുന്ന മുറിയുടെ അടുത്ത് വെളിയിൽ എവിടെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്, അതേതായാലും അവിടുത്തെ SHO കണ്ടെത്തി കഴിഞ്ഞു ആരാണ് ആ വ്യക്തിയെന്ന്. വൈശാഖൻ എന്ന സിവിൽ പോലീസ് ഓഫീസറാണ് അത് വെച്ചത്. അയാളെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ആ കേസിൽ ഏതായാലും ഒരു സ്റ്റോക്കിങ്ങിന്റെ പരിധിയിൽ ഇത് വരാം, ഒയൂറിസത്തിന്റെ പരിധിയിൽ ഇത് വരാം. ഏതായാലും 77 BNS ഒരു സ്ത്രീ വസ്ത്രം മാറുന്ന വാച്ച് ചെയ്യുക ഡിജിറ്റൽ എവിഡൻസിൽ കൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറയിൽ കൂടി അത് കുറ്റകരമാണ്. അത് 3 വർഷം വരെ അടവ് കിട്ടുന്ന വകുപ്പാണ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ 3 വർഷം ശിക്ഷ വരാവുന്ന 78 BNS കൂടെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാകാനാണ് സാധ്യത. കാരണം അവരുടെ വസ്ത്രങ്ങൾ മാറുന്നത് കാണുക. അപ്പൊ അതൊരു ഒയൂറിസത്തിന്റെ ഒരു പരിധിയിലാണ് വരുന്നത്. ഏതായാലും അത് കണ്ടെത്തി അതിനൊരു FIR ഇട്ടു. ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം, പോലീസ് കൃത്യമായി നടപടി സ്വീകരിക്കുന്നത്. കാരണം പോലീസ് സേനയിലെ സാധാരണഗതിയിലെ PSC ടെസ്റ്റും അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റും മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ ആദ്യം മുതലേ തുടക്കത്തിൽ പറയായിരുന്നു മെന്റൽ ടെസ്റ്റ് കൂടെ വേണം, ഫിസിക്കൽ ടെസ്റ്റ് മാത്രം പോരാ, മെന്റൽ ടെസ്റ്റ് കൂടെ വേണം. കാരണം ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജിലെ ലോ ഇൻസ്ട്രക്ടർ ആയിരുന്ന സമയത്ത് ഒരു 2-3 ബാച്ച് സബ് ഇൻസ്പെക്ടർമാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ബാച്ചിലെ സബ് ഇൻസ്പെക്ടർക്ക് അയാൾക്കൊരു മെന്റലായിട്ട് സ്വല്പം പ്രോബ്ലം ഉണ്ട് എന്നെനിക്ക് തോന്നി. അയാൾ ഏത് സമയം കവിത എഴുതുന്ന ആളാണ്. അത് പഠനത്തിലൊന്നുമല്ല, കവിതയിലാണ് എപ്പോഴും. എന്നെ കൊണ്ട് പല സന്ദർഭത്തിലും കവിതയൊക്കെ എഴുതി കാണിച്ചു. ഞാൻ അവിടെ നല്ല അപ്രീസിയേഷൻ ഒക്കെ കൊടുത്തെങ്കിലും അവിടെ മാസം എല്ലാ മാസവും ഒരു സൺഡേ ഇവരുടെ ടെൻഷൻ കുറയ്ക്കാനൊക്കെ ഉദ്ദേശിച്ച് ചില കൾച്ചറൽ ആക്ടിവിറ്റീസ് ഞാൻ അവിടെ നടത്തി. ചെറിയ 2 മിനിറ്റ് 3 വാക്കിലെ പാട്ട്, ചില കവിത വായന, അതുപോലെ തന്നെ ഏതെങ്കിലും മോണോ ആക്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു 2 മണിക്കൂറിൻ്റെ എൻ്റർടൈൻമെൻറ്റ്. അത് 100-200 സബ് ഇൻസ്പെക്ടർമാർ ട്രെയിനിങ് സമയത്ത് അവർക്കൊരു ടെൻഷൻ റിലീഫ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ VIP-കളായിട്ട് അന്നത്തെ DGPയും ADGP ഒക്കെ വരാൻ തുടങ്ങി. കാരണം അവർക്ക് ഇതൊരു രസമായിട്ട് തോന്നി. അങ്ങനെ അവർ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് ഇവരുടെ അടുത്ത് പറയുമായിരുന്നു, വളരെ സൂക്ഷിച്ചു വേണം, മേലധികാരികളും നിങ്ങളുടെ ട്രെയിനിങ് സമയമാണ്, നിങ്ങളുടെ അടുത്ത് ഒരു പ്രോഗ്രാം അവർ പറഞ്ഞാൽ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിനകത്ത് തീർത്തിരിക്കണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടാവും, എന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ ഒരു വ്യക്തി അയാള് ഒരു 3 മിനിറ്റ് കവിത വായിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ച് ഇവനെ സ്വല്പം അബ്നോർമൽ പോലെ എനിക്ക് ആദ്യം പോലെ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ നോക്കിക്കൊണ്ട് വേണം കവിത ചൊല്ലാൻ, 3 മിനിറ്റ് കൂടുതൽ നിനക്ക് തരില്ല. അതൊക്കെ പറഞ്ഞു കയറി DGP വന്നിരിപ്പുണ്ട് കാണാൻ. അപ്പം മറ്റു IDGPമാരുണ്ട്, അവിടെ സീനിയർ ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടും 6 മിനിറ്റ് ആയിട്ട് ഇവൻ നിർത്തുന്നില്ല. ഇവന്റെ കയ്യിൽ ഞാൻ നോക്കിയപ്പം A4 സൈസ് പേപ്പറിൽ 10-12 എണ്ണം ഉണ്ട്. അരമണിക്കൂർ വെച്ച് കാച്ചു എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അവിടെ വന്ന് കണ്ണുകൊണ്ട് ഇവനെ നോക്കിയിട്ട് ഇവൻ എന്നെ നോക്കുന്നില്ല. 4 ലൈൻ കഴിഞ്ഞു, അടുത്ത 4 ലൈൻ കഴിഞ്ഞു, പിന്നെ 4 ലൈനായി 12 ലൈനായപ്പോൾ DGP എന്നെ നോക്കുന്നു. ഞാൻ പതുക്കെ എഴുന്നേറ്റ് സ്റ്റേജിൽ തന്നെ ഇവനെ പിടിച്ചിറക്കി. അന്ന് ഇവൻ വീട്ടിൽ പോയി, എന്താ എമർജൻസി സമയമുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി. പിന്നെ ഒരാഴ്ചത്തേന് കണ്ടിട്ടില്ല. അപ്പൊ ഇയാളുടെ എവിടെ പോയി, മിസ്സിങ് ആയി. നെയ്യാറ്റിൻകര അടുത്താണ് ഇവന്റെ വീട്. അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഞാൻ ആള് മിസ്സിങ് ആണ്. എന്നാലും ഇയാളുടെ പെട്ടി പൊട്ടിച്ച് പരിശോധിച്ചു. അപ്പോഴാണ് കവിതയുടെ ആ രസം എനിക്ക് തോന്നിയത്. അതിനകത്ത് എഴുതിയിരിക്കുന്നവന് അത് എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ജോർജ് ജോസഫെ വിട, പോലീസ് ട്രെയിനിങ് കോളേജെ വിട, കേരളത്തിനോട് നമോഭാഗം, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള കവിത എഴുതി വെച്ചിരിക്കുകയാണ്. ഇവനെ എന്താ ചെയ്യേണ്ടത്? പിരിച്ചുവിട്ടു. ഞാൻ എഴുതി കൊടുത്ത് ഇവനെ മെന്റലായിട്ട് ഇവന് ചെറിയ അബ്രേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരൊന്നും പോലീസ് സ്റ്റേഷനിൽ പോയി നീതി നടപ്പാക്കാനൊന്നും സാധിക്കത്തില്ല. പിരിച്ചുവിട്ടു. എഴുതി കൊടുത്ത് പിരിച്ചുവിട്ടു. എൻ്റെ അടുത്ത് വന്ന് കാര്യം ഞാൻ പറഞ്ഞ് നടക്കത്തില്ല എന്ന് പറഞ്ഞു. കാരണം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നവരൊക്കെ അപ്രൈറ്റ് ആയിരിക്കണം, മെന്റൽ ഫിറ്റ്നസ് ഉള്ളവരായിരിക്കണം, ഫിസിക്കൽ ഫിറ്റ്നസ് ആയിരിക്കണം. അതുകൊണ്ട് ബുദ്ധിയും ബോധമുള്ളവരൊക്കെ തന്നെ ആയിരിക്കണം അവിടെ ഇരിക്കുക. അല്ലെങ്കിൽ പൊതുവെ നിങ്ങൾ സഫർ ചെയ്യും. ഇങ്ങിപ്പോൾ ഒത്തിരി പേര് അങ്ങനെ നമ്മൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഇതിപ്പം പറയാൻ കാരണം. എന്തായാലും ആ കവിതക്കാരനെ ഡിപ്പാർട്ട്മെന്റിനെ പറഞ്ഞു വിട്ടു. ഇതുപോലെ സൂക്കറുള്ള പലരും പോലീസ് സ്റ്റേഷനിലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക്
ഫിസിക്കൽ ടെസ്റ്റ് PSC ടെസ്റ്റ് കഴിഞ്ഞ് പാസ്സായി വരുന്നവരെ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ ഒരു മെന്റൽ ടെസ്റ്റ്. കാരണം പ്രഥമ ദൃഷ്ടിയ ചിലരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നോട്ടത്തിലും ഒരു അബ്സേർഡായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും പോലീസ് ട്രെയിനിങ് കോളേജിൽ എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റും എൻ്റെ കൂടെ തന്നെ മെന്റൽ ടെസ്റ്റും ഒരു കാഷ്വൽ ടെസ്റ്റ് മതി. നമുക്ക് ഒട്ടും അയാളെ ഡിപ്പാർട്ട്മെന്റിന് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് അയാൾ 5 മിനിറ്റ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അറിയാം അയാളുടെ ചിന്തകൾ, നോട്ടങ്ങൾ, ഇരിപ്പുകൾ, നടക്കും. അങ്ങനെയുള്ളവരുണ്ട്. അത് സർക്കാർ സർവീസിലും ഉണ്ട്. അതുകൊണ്ട് പോലീസിൽ ഫിസിക്കൽ ടെസ്റ്റിനൊപ്പം മെന്റൽ ടെസ്റ്റൂടെ നടത്തണം. ഒരു സൈക്കോളജിസ്റ്റ് 2 പേരുടെ പാനലിൽ ഇത് നടത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.